ഡാമിന് സമീപം പുതിയ പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുതി പദ്ധതി സ്ഥാപിക്കാനുള്ള തമിഴ്നാടിന്റെ നീക്കത്തിൽ കേരളത്തിന് പ്രതിഷേധം. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിന് വിരുദ്ധമായിട്ടാണ് തമിഴ്നാടിന്റെ നീക്കമെന്നാണ് കേരളത്തിന്റെ വാദം. 11,721 കോടി രൂപ മുതൽ മുടക്കിൽ തമിഴ്നാട് സ്ഥാപിക്കുന്ന പദ്ധതി കേരളത്തേക്കുള്ള ജലപ്രവാഹത്തെ സാരമായി ബാധിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അന്തർ സംസ്ഥാന ജലവിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ വീണ്ടും ഭിന്നത രൂപം കൊള്ളുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. പദ്ധതിയിൽ ആശങ്ക അറിയിച്ച കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിംഗ് തമിഴ്നാട് ജലവിഭവ സെക്രട്ടറി ജയകാന്തിന് കത്തയച്ചു. കേരളത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാതെയാണ് തമിഴ്നാട് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഒക്ടോബർ 18 അയച്ച കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് തുടർ നടപടികൾ. സഹായിക്കുന്നതിനായി ട്രാൻസാക്ഷൻ അഡ്വൈസറെ തിരഞ്ഞെടുക്കുന്നതിന് തമിഴ്നാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോർഡ് എംപാനൽഡ് കൺസൾട്ടന്റുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 26 അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നിർദ്ദേശം പുറത്തിറക്കിയത്. ഭാരതപ്പുഴ നദീതടത്തിലെ ആളിയാർ നദിക്ക് കുറുകെ ആസൂത്രണം ചെയ്തിരിക്കുന്ന ആളിയാർ പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്ട് നിലവിലുള്ള അപ്പർ ലോവർ ആളിയാർ റിസർവോയറുകൾക്കിടയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പർ ആളിയാറിലേക്ക് വെള്ളം തിരികെ പമ്പ് ചെയ്യുന്ന നിലയിലാണ് പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നതോടെ ചിറ്റൂർ പുഴയിലേക്കുള്ള ഒഴുക്ക് നിലയ്ക്കുമെന്നാണ് കേരളത്തിന്റെ ആശങ്ക. അൺകൺട്രോൾഡ് ഫ്ലഡ് വാട്ടർ കരാർ പ്രകാരം കേരളത്തിന് കിട്ടേണ്ട ജലപ്രവാഹം പോലും പദ്ധതി മൂലം തടസ്സപ്പെടുമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. മങ്കടവ് അണയിലൂടെ തമിഴ്നാട് പ്രതിവർഷം 7.25 ആയിരം ദശലക്ഷം ഘനയടി വെള്ളം ചിറ്റൂർ നദിയിലേക്ക് തുറന്നുവിടണമെന്നാണ് നിലവിൽ പറമ്പിക്കുളം ആളിയാർ പ്രോജക്ട് കരാറിലെ വ്യവസ്ഥ. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ സമ്മതമില്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതി കരാറിലെ വ്യവസ്ഥകളുടെ വ്യക്തമായ ലംഘനമാണെന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നത്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ നടപടി ഉടനടി നിർത്തിവെക്കണമെന്നും PAP കരാറിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി. ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ച കത്തിൽ തമിഴ്നാടിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.